ഇന്ന് തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ പായസമാണ് കേട്ടോ. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. നമുക്ക് ചൂടോട് കൂടിയിട്ട് കുടിക്കാം, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാം, അതുപോലെ ഐസ്ക്രീമൊക്കെ മുകളിലിട്ടിട്ട് ഒരു ഫലൂദ പോലെ നമുക്ക് കഴിക്കാം, ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഒരു ഫ്രൂട്ട് സാലഡ് പോലെ കഴിക്കാം. അങ്ങനെ ഏത് രീതിയിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. പെരുന്നാളിനൊക്കെ നമുക്കിത് തലേദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സാഗോ റൈസ്, അതായത് ചവ്വരി, ഞാനിവിടെ 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു 1/4 കപ്പ് ചവ്വരിയും പിന്നെ നമ്മൾ ഒരു 1/2 കപ്പോളം സേമിയ പിന്നീട് ചേർക്കും. അപ്പോൾ അത് രണ്ടും കൂടി വെച്ചിട്ട് ഈ ഒരു പായസം തയ്യാറാക്കുന്ന സമയത്ത് നമുക്കൊരു 5-8 ആളുകൾക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള പായസം ഉണ്ടാവും. അപ്പോൾ ഈ സാഗോ റൈസ് ഞാൻ നല്ലതുപോലെ കഴുകിയിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു 2 മണിക്കൂർ ഞാനിതിങ്ങനെ കുതിർത്തെടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും വളരെ ചെറിയ സമയം കൊണ്ട്. അതുകൊണ്ട് എന്തായാലും അതൊന്ന് കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പായസം തയ്യാറാക്കാം. അപ്പോൾ ഒരു 2 മണിക്കൂർ സമയം കൊണ്ട് നമ്മുടെ സാഗോ റൈസ് നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്. ഇനി ഒന്ന് തിളപ്പിക്കുമ്പോഴേക്കും ഇതങ്ങ് വെന്ത് കിട്ടും. അത്രയും നല്ലതുപോലെ കണ്ടില്ലേ, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് കാരമലായിട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരണം, നല്ല ഡാർക്ക് ഗോൾഡൻ കളർ. പഞ്ചസാരയുടെ കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗോൾഡൻ കളറാക്കി എടുക്കാം. പിന്നെ ഒരുപാട് ബ്രൗൺ ആവരുത് കേട്ടോ. ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ ചുവ വരും. ഇതുപോലെ ഒരു ഡാർക്ക് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് 1/2 ടിന്ന് വരെ നമ്മുടെ മിൽക്ക് മെയ്ഡ്, അതായത് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടിന്നാണ് ചേർക്കുന്നത്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു 390 ml മറ്റുള്ള ആ ഒരു ടിന്നുണ്ടല്ലോ, അതിൻ്റെ 1/2 ടിന്നാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ഒരു ഡാർക്ക് കളറായിട്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വരെ നല്ല തിളക്കുന്ന വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ലൂസായി നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് 2 കപ്പ് പാലാണ് ചേർക്കുന്നത്. ഞാനിവിടെ പശുവും പാല്, സാധാരണ ഫുൾ ക്രീം മിൽക്കാണ് ചേർത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ടും ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കാം. അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ പാല് ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുതിർത്തെടുത്ത സാഗോ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തിളക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന്